പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ നോക്കും. ഒരു കാര്യം വരുമ്പോൾ മാത്രം അച്ഛനെ മനസ്സിൽ വിചാരിച്ചാൽ പോരാ, എപ്പോഴും അച്ഛൻ മനസ്സിലുണ്ടാവില്ല. തുടങ്ങി ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഇനി അവന്റെ കുറ്റം കുറവും കണ്ടുപിടിച്ചോ. ദൈവമേ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. അമ്മയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം മേടിച്ച. ഇവന്റെ കല്യാണത്തിനാണ് ഇവൻ എന്റെ കാലിൽ തൊട്ട് തൊഴുന്നത് ആദ്യമായിട്ട്. ഞാനിപ്പോ അങ്ങ് ഓർത്തു പോവുകയാണ്. എനിക്കും ചേച്ചിയുടെ കാലിൽ ഇതുപോലെ വീണ് അനുഗ്രഹം മേടിക്കണം എന്നൊക്കെ ഉണ്ട്. അതൊരു കാലത്തും നടക്കില്ല. ഇനി മൂക്കി പല്ലു വന്നിട്ടാണ്. അതെ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ അത് ഇതും പറഞ്ഞില്ലേ, ഇറങ്ങാൻ നോക്ക്. ആ ശരി ശരി. ആ ജമന്തി കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു സുഖമായിരുന്നു. ഇപ്പൊ വേണ്ട സമയത്ത് ഉണ്ടാവില്ല. എന്ത് ചെയ്യാനാ, അവൾ അച്ഛന് സുഖമില്ലാതെ കിടക്കുമ്പോൾ വരാൻ പറ്റുമോ? അല്ല, അത് ശരിയാണ്. നീ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോ അവളെ കൂട്ടിയിട്ട് വാ. വേണമെങ്കിൽ നാളെ കൊണ്ടാക്കാം. ഇന്നെ അറിയിക്കോ. ശരി അമ്മ. ശരി. അല്ല എടാ മോനെ, നിന്റെ ചാനൽ ജയിക്കുവോ? ഓ ചാനലല്ല അമ്മ, പാനല്. എന്റെ മരുമോൻ ജയിക്കും. അവന്റെ നാളില് പറയുന്നുണ്ട് അവൻ വെച്ചടി കയറ്റാവും. ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി ശരി. വാ, ഇറങ്ങാം. വാസിലേ, അവൻ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. നിങ്ങളുടെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്ന് കേട്ടു. എന്താ? അതൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളായിട്ട് ആരെയും മെക്കിട്ട് കയറാൻ പോണില്ല. ഇനി ആരെങ്കിലും ഞങ്ങളുടെ മേക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങൾ വിടൂല. വിടരുത്. നീ ഒരു പട്ടാളക്കാരന്റെ മകനാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. എന്നാ പിന്നെ അടിയന്റെ തോക്കും കൂടിയാണ് എടുത്തു കൊടുക്കുന്നത്. നീ പോടാ, നിന്റെ ജോലി പോയി. എന്റെ ഹബീൽദാർ മത്സരിച്ചിട്ടുണ്ടോ? തോറ്റിട്ടില്ല. മത്സരിക്കുക? അതിനെവിടെ മത്സരിച്ച്? എടാ, മത്സരം എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്, യുദ്ധം. അറിയാമോ? ഇതെന്താ കൊല്ലം യുദ്ധം നടക്കാൻ IPL മത്സരം ഇവിടെ? അതെ, അത് കേട്ട് നിങ്ങളുടെ പോക്ക് മടങ്ങ് ഇന്നൊന്നും തീരില്ല. വിട്ടോ. അപ്പൊ ശരി ശരി. ഇന്നത്തെ കണി കൊള്ളാം. ഇത് എനിക്ക് കൂടുതൽ വോട്ട് കിട്ടിയിട്ടും കാര്യമില്ല. കണി ഇതല്ലേ, തോറ്റു പോകുള്ളൂ. വിട്. നേരെ എത്രയടാ? ഇപ്പോഴാണ് എണീറ്റ് വരുന്നത്. ഇവിടെ കല്യാണമൊന്നും നടക്കുന്നില്ലല്ലോ, നേരത്തെ എഴുന്നേക്കാൻ. എടാ, എന്നാലും നിന്റെ അളിയന് ആദ്യമായിട്ട് ഒരു യൂണിയൻ തെരഞ്ഞെടുപ്പിന് പോവാ. നിനക്ക് രാഷ്ട്രീയത്തിലൊക്കെ നല്ല പരിചയമുള്ളതല്ലേ? അവനൊന്ന് ഉപദേശിച്ചു വിട്ടാ എന്താ? അതെങ്ങനെ ഒരുത്തൻ തന്നാമത് മറ്റൊരുത്തന് കണ്ടുകൂടല്ലോ. നീ കയറി വാടാ. കഷ്ടം. പിന്നെ ഇപ്പം ജയിച്ച് മന്ത്രിയായിട്ട് ഇനി വരും. രാഷ്ട്രീയം കളിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തങ്കം ഇങ്ങോട്ട് വന്നേ. എന്താ നിന്റെ ആങ്ങള് കണ്ട സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയിക്കണം. നിന്നോടൊന്നും പറഞ്ഞില്ലയോ? ഇല്ല. എങ്ങനെ പറയും? നമ്മളൊക്കെ ഇങ്ങ് താഴേക്കിടയിലുള്ളവരല്ലേ. അല്ലെങ്കിലും തങ്കത്തിനെയും ക്ലീറ്റസിനെയും വേണ്ടല്ലോ ഇവിടെ ആർക്കും. പിന്നെ എല്ലാം തികഞ്ഞ ഒരു അമ്മാവനുണ്ടല്ലോ, MLA, സ്ഥലം MLA എല്ലാം ഉപദേശിച്ചു കൊടുക്കാൻ. എടി, അല്ലെങ്കിൽ ഇത്രയും രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളിയൻ ഇവിടെയുണ്ട്. അളിയനോട് വന്ന് എന്തെങ്കിലും അളിയ എങ്ങനെയാണ് ഈ ഇലക്ഷനെ എങ്ങനെ നേരിടും? അത് വേണ്ട, ഇറങ്ങാൻ നേരത്ത് പെങ്ങളൊരുത്തിയല്ലേ ഞാൻ. ഒന്ന് വിളിക്കാലോ, അമ്മേനൊന്ന് വിളിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ. അമ്മയുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. അവ എല്ലാം സോപ്പിട്ട് വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ഇച്ചിരി പാൽപ്പായസം റെഡിയാക്കിക്കോ. പടക്കത്തിന് ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ ജയിച്ചു വരുമ്പോ ഞാൻ പാൽപ്പായസം കൊണ്ട് കൊടുക്കാം. മെനക്കെട്ടവൻ അവൻ ജയിച്ചു വരുമ്പോ അല്ലടി, അവൻ തോറ്റ് ഇങ്ങോട്ട് വരുമ്പം പടക്കൊക്കെ പൊട്ടിച്ച് പാൽപ്പായസം കുടിച്ചിരിക്കുന്നു, ആഘോഷിക്കണം. ഞാൻ പാൽപ്പായസം ഉണ്ടാക്കാം. നീ റെഡിയാക്കി സ്ഥാനാർത്ഥി. ജോയ് ഉണ്ടല്ലോ, പൈസ കൊടുത്തിട്ട് ആളെ മറിക്കാനുള്ള പരിപാടി ചെയ്യുമോ എന്നുള്ളതാണ്. പൈസയും കൊടുക്കും, വെറുതെ ഒരു പേടിപ്പെടുത്തൽ വന്നിട്ടേ നമ്മുടെ വോട്ടുകൾ തടയാൻ നോക്കും അവൻ. അതെ അത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ല, നമ്മുടെ ആളുകളുടെ ശ്രദ്ധ ഉണ്ടായാൽ മതി. അത് നോക്കിക്കോളാം. എന്ത് ചെയ്യും? ജമന്തി എന്തേ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങിയത്. തേങ്ങയോ? ഗണപതി അമ്പലത്തിലടിക്കാനോ? അത് മറന്നു. അത് വാങ്ങിക്കാം. അത് അടിച്ചിട്ടേ പോവും. ശരി, അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ശരി, വെച്ചോ. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ വരാം കേട്ടോ. ഓക്കെ. ആരാണ്? ജമന്തി. എന്താ പറഞ്ഞത്? ഇല്ല, അവളെ ഇറങ്ങിയോ ചോദിച്ചതാ. എന്താടാ റിങ് ചെയ്യുന്നുണ്ടെന്ന് എടുക്കുന്നില്ല. ശരി. ഇപ്പൊ സമയം എത്രയായി നോക്കിയൊക്കെ. ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് അറിയേണ്ട സമയമായി. ഒന്ന് വിളിച്ച് പറഞ്ഞാ എന്താ? ചിലപ്പം ജയിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിലായിരിക്കും. അതായിരിക്കും അവൻ.
അല്ല അതാവും. പക്ഷെ എന്നാലും ഒന്ന് വിളിച്ചറിയിക്കണ്ടേ, നമ്മളിവിടെ തീ തിന്നോണ്ടിരിക്കല്ലേ. ഞാനും അതാണ് ആലോചിക്കുന്നത്, ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നോട്ടെ. അല്ല ആദ്യമായിട്ട് മത്സരിക്കുകയാണ്, എന്താ സംഭവിക്കുക എന്താന്നൊന്നും അറിയില്ല, അതായി ടെൻഷൻ. നീ ജയിക്കും അല്ലെങ്കിൽ തോക്കും, അതിന് ടെൻഷൻ എന്തോന്ന്. തോൽക്കുന്ന പ്രശ്നമൊന്നുമില്ല, അവൻ ജയിക്കും. അല്ല നീ ഒരു കാര്യം ചെയ്തോ, ജമന്തിയുടെ വീട്ടിലൊന്ന് വിളിച്ചു നോക്ക്. അതിന് ജമന്തിയുടെ വീട്ടിൽ ആരുണ്ടാവാനാ? ജമന്തി അച്ഛനെയും കൊണ്ട് ആശുപത്രി പോയിരിക്കല്ലേ. ഓ അല്ല ക്ലീറ്റസിന്റെ അടുത്തൊന്ന് വിളിച്ചു പറഞ്ഞാണ്. ആ ക്ലീറ്റോ, ക്ലീറ്റോ എന്താ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ. മോഹം ഇരിക്കുന്നത്. കനകൻ ഇന്ന് ഇലക്ഷന് പോയ കാര്യം അറിയാലോ. ഇപ്പൊ റിസൾട്ട് അറിയേണ്ട സമയം കഴിഞ്ഞിട്ട് അവനെ കാണാനില്ല, ഒന്ന് അന്വേഷിക്കണ്ടേ നമുക്ക്? ആരാ അന്വേഷിക്കാൻ? കനകനെ. അല്ല ആരോടായി പറയണേ? എടീ നിന്റെ ആങ്ങളുടെ കാര്യം പറയണേ. എന്തേ നല്ല അന്തസ്സായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയല്ലോ അവൻ. ഒരു വാക്ക് എടി ഞാൻ ദേ മത്സരിക്കാൻ പോവാന്ന് ഒരു വാക്ക് പറയായിരുന്നല്ലോ, മിണ്ടിയില്ലല്ലോ. അമ്മ വലിയ ആരതിക്ക് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണ്ടായല്ലോ. എടി ആരതി ഒഴിഞ്ഞു കൊടുക്കുന്നത് നീ അറിഞ്ഞല്ലോ, അവ ഇലക്ഷന് മത്സരിക്കുന്നത് നീ അറിഞ്ഞല്ലോ. നിന്നോട് പറഞ്ഞാൽ മാത്രമേ നിനക്ക് ഇറങ്ങി വന്നോളൂ. നല്ലത് കണ്ടുപിടിക്കാൻ ആരും ശ്രമിക്കാത്തില്ല. എവിടെ ഉണ്ട് ഒരു ചെറിയ കുറ്റം അത് കണ്ടുപിടിക്കാൻ. അതെ അവനാ മത്സരിക്കണത്, ഞാനല്ല മത്സരിക്കണം. അവൻ എന്നോട് ഒന്ന് പറയണം. മത്സരിക്കാൻ പോയപ്പോ അവൻ അതിന്റെ ഇതിലങ്ങ് മറന്നുപോയി. മറന്നാ കൊള്ളാലോ. അപ്പൊ ആവശ്യം വന്നപ്പോ ഞങ്ങള് വേണമല്ലോ. എടാ ഞാൻ പറഞ്ഞത് നിനക്ക് രാഷ്ട്രീയമായിട്ടൊരു പാരമ്പര്യമുണ്ട്, എന്താ അവിടെ സംഭവിച്ചെന്ന് ഒന്നും വിളിച്ചു പറയാനാ പറഞ്ഞേ. മനസ്സില്ല, നിന്നോട് പറഞ്ഞില്ല. ആ ക്ലീറ്റോ ഞാൻ പറഞ്ഞത് കേൾക്കുള്ളൂ. അത് ഞങ്ങൾക്ക് അറിയാം. എന്താണ് അമ്മാന്റെ പ്രശ്നം? എടാ അവനെ ഇനി കാണുന്നില്ല, എന്താന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. നീ പോയെന്ന് അന്വേഷിക്കേ. ഫോണിൽ വിളിച്ചാ മതിയല്ലോ. വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന്. അപ്പൊ സംഗതി തോറ്റ്. എന്താ അവളുടെ സന്തോഷം, കൂടപ്പുറപ്പ് പൊട്ടിന്നും പറഞ്ഞ് ആഹ്ലാദിക്കാൻ അറിയണ്ട. അറിഞ്ഞോട്ടെ, എനിക്ക് അത്രയും കുറച്ച്. ആദ്യം ഈ മനസ്സ് കള, അതന്നെ നന്നാവാൻ നോക്ക്. അയ്യോ നിങ്ങളൊക്കെ ഭയങ്കര വലിയ നല്ല ആൾക്കാരാണല്ലോ. അതിന് തോറ്റ ചരിത്രം മാത്രമേ അവനെ അറിയുള്ളൂ. വർഷങ്ങളായിട്ട് രാഷ്ട്രീയത്തിന്റെ കുപ്പായിട്ടോണ്ട് കിടക്കുക, എന്നെങ്കിലും എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടാ നീ? അമ്മാവാ ആവശ്യമില്ലാതെ രാഷ്ട്രീയത്തിൽ കയറി കളിക്കരുത്. എനിക്ക് അമ്മാവനെന്നുള്ള നില മറക്കേണ്ടി വരും. എടാ നിന്റെ പാർട്ടിയിലെ ഏതെങ്കിലും ഒരാൾക്ക് നിന്നെ കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടോ? നീ കനകന്റെ ഓഫീസിലൊന്നും ചെന്ന് നോക്ക്, അവിടെ എല്ലാവർക്കും അവനെ കുറിച്ച് നല്ല മതിപ്പാ. പിന്നെ നാട്ടുകാർക്ക് നല്ല മതിപ്പാ. കൈക്കൂലി മേടിച്ചിട്ട് ഇങ്ങനെ നടക്കല്ലേ. കൈക്കൂലി ഇറങ്ങുന്നതിന് നീ കൈക്കൂലി വാങ്ങിക്കുന്നില്ലേ? ഞാൻ കൈക്കൂലി ഒന്നും വാങ്ങാറില്ല. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്ത് അതിനൊരു സേവനത്തിന്റെ ഒരു ഇതും അതെ. എടാ രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയൊന്നും ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്, വ്യക്തികളെ നോക്കിയാ. കനകൻ ഒരു വ്യക്തിയാ, അവൻ ജയിക്കും, നീ നോക്കിക്കോ. കാണാൻ വരട്ടെ, തോറ്റ് തുന്നം പാടും. രാത്രിയാകുമ്പോ വരാൻ വേണ്ടി ഇരിക്കാ, തലയിൽ മുണ്ടിട്ട്. വിളിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ എന്റെ വരുവാനാണ് ഒളിച്ചിരിക്കുന്ന കാണാടി നമുക്ക്. അവൻ വരുമ്പോ വരട്ടെ. ഞങ്ങൾ പടക്കം മേടിച്ച് വെച്ചിട്ടുണ്ട് കുട്ടി വരുമ്പോ. പിന്നെ പാൽപ്പായസത്തിൽ അറിയാതെ മധുരം ഇട്ടു പോയി. അമ്മാവിന് ഷുഗർ ഉള്ളതാ, കുഴപ്പമുണ്ടോ? എന്നാ തോറ്റ് സന്തോഷിക്കാനായിട്ട് വെക്കണ്ട, അതങ്ങോട്ട് ജയത്തിന് ആഘോഷിക്കാനായിട്ട് മാറ്റി വെച്ചോ. കാണാലോ. എങ്ങനെ നിങ്ങളുടെ വയറ്റിൽ ഇങ്ങനെ രണ്ടെണ്ണം വന്ന് പറന്ന്? ആരും തിരക്കാൻ പോണ്ട, എന്റെ മോൻ വന്നു. അയ്യോ എന്താ അവര് കിട്ടി വേഷം ഇതിലില്ലടാ, പൈസ കൊടുക്കുന്നേ. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തന്നെ വരും. എന്തുണ്ടായിന്ന് പറയടാ. പറയാം. കരയല്ലേ അമ്മ, ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ചെറിയ ഉറുമ്പ് പേടി, അത്രേ ഉള്ളൂ. എന്താടാ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കല്ലേ. എനിക്ക് വെള്ളം താ, വെള്ളം. തങ്കം വെള്ളം കൊടുക്കണ്ട, ഈ അടി കൊണ്ട് കഴിഞ്ഞാൽ പാൽപ്പായസം കൊടുക്കുന്നതാ നല്ലത്. എടാ എന്താ ഉണ്ടായത്? ക്ലീറ്റസ് ഇലക്ഷൻ നല്ല രീതിയിൽ നടന്നു വരുന്നതായിരുന്നു. നമ്മുടെ കനകൻ ജയിക്കും എന്നായപ്പോ അവന്മാര് മനഃപൂർവ്വം തല്ലുണ്ടാക്കി ഞങ്ങളെ തല്ലിച്ചതച്ച്. ഓ അത് ശരി. അപ്പൊ ബൂത്ത് അട്ടിമറി.
എന്റെ അളിയൻ രാവിലെ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് പോയെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അളിയാ ഞാനേ എന്റെ പിള്ളേരെ എല്ലാം റെഡിയാക്കി നിർത്തിയിരുന്നു എന്നെ സംരക്ഷിക്കാൻ. ഇത് അത്ര വലിയൊരു ഇലക്ഷൻ ഒന്നും അല്ലല്ലോ അളിയാ, ഞാൻ അങ്ങനെ വിചാരിച്ച്. വെറുതായാലും വലുതായാലും ഞാൻ നിന്റെ അളിയനല്ലേ. ഇതിപ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്നുണ്ടോ? എന്നാലും ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ തന്നല്ലോ. ഞങ്ങൾ ക്ഷത്രിയ കുടുംബക്കാരാണ്. എന്തായാലും ഇതിന് പകരം വീട്ടണം. ഇവന്റെ മേലെ കൈ വെച്ചവരുടെ കയ്യും കാലും പോയി കിട്ടും. അതിന് കൊട്ടേഷന് ആളെ വിളിച്ചാലും കുഴപ്പമില്ല. അളിയാ ഇന്ന് വരെ ഒറ്റ ആളും എന്റെ ദേഹത്ത് കൈവച്ചിട്ടില്ല. ഇതാവുമ്പോരെല്ലാരും കൂടെ അല്ല പോതിരെ തല്ലി നമുക്ക് പകരം ചോദിക്കണം അളിയാ. അത് അളിയന് രാഷ്ട്രീയത്തിൽ പരിചയമില്ലാത്തതിനാണ്, കുഴപ്പമില്ല. അളിയന് പകരം ചോദിക്കണം. അതെ, അത്രയല്ലേ വേണ്ടൂ. നമുക്ക് ചെയ്യാളിയാ. കൊട്ടേഷന് ആളെ വിളിക്കേ. എന്തെന്നാ ഈ പറയണ? കൊട്ടേഷനോ? എന്താ കൊട്ടേഷൻ? വേണ്ട വേണ്ട, വീട്ടിൽ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. ഈ ആണുങ്ങളുടെ ഇടപാടാണിത്. അത് ആണുങ്ങൾ തമ്മിൽ ഞാൻ ആ കടിച്ചവനോട് മര്യാദക്ക് പറഞ്ഞാണ് ഹവീൽദാരുടെ മോനാ കടിക്കല്ലേ കടിക്കല്ലേ എന്ന്. അളിയൻ പറ. അളിയാ കൈ വെട്ടണോ കാല് വെട്ടണോ കഴുത്ത് വെട്ടണോ പറ. അല്ല, ഇതൊക്കെ ഇപ്പൊ ആര് ചെയ്യും? ഞാൻ ചെയ്യും. നീയാ? ഞാൻ എന്ന് പറഞ്ഞാ എന്റെ പിള്ളേരുണ്ടേ പാലായിലുള്ള റബ്ബർ പാലൊക്കെ കുടിച്ച് ഇങ്ങനെ ഉരുണ്ട് ചാടി ചാടി വരും ഇങ്ങോട്ട്. അളിയാ അവന്റെ മുട്ടുകാല് തല്ലി പിടിച്ചാൽ മതി അളിയാ. ഓ അളിയാ, നമ്മുടെ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യം നോക്കണ്ടേ, കാലങ്ങ് വെട്ടിയെടുക്കാം. വേണ്ടെന്ന് മുട്ടുകാല് തല്ലി പിടിക്കും. തൽക്കാലം അത് ചെയ്യും. അവൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. മതിയെങ്കിൽ മതി. അളിയാ കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഇച്ചിരി കാശ് ചിലവാകും. കാശില്ല അളിയാ, തൽക്കാലം നീ എടു. അതെ. പക്ഷേ അളിയാ ഈ കാര്യത്തിലൊന്നും നമുക്ക് കടം പറയാൻ പറ്റില്ല, ഇത് കൊട്ടേഷനാണ്. അപ്പൊ എന്ത് ചെയ്യും? പൈസ എന്താണ് ഇത് മതി ഈ കൊട്ടേഷന്. എന്നാ പിന്നെ അത് കൊണ്ടോ. അമ്മ അനുഗ്രഹിക്കമ്മ. പോയിട്ട് വേണം. ഇനി കൈയും കാലുമായിട്ട് ക്ലീറ്റോ തിരിച്ചു വരും. യുദ്ധത്തിന് തയ്യാറായിരുന്നു. അമ്മാവ തിരിച്ചു വിളിക്ക. അമ്മാവ എന്തിന് കനക? മാല പോയാലും കുഴപ്പമില്ല, മാനാണ് വലുത്. കാശ് കിട്ടി അവൻ എന്ത് കുരുത്തക്കടും കാണിക്കും. അവൻ ഈ കൊട്ടേഷൻ കേൾക്കും. ഇനി നിന്നെ തല്ലി ഒരു രണ്ടു കാലിൽ നടക്കില്ല. അമ്മാവനൊരു കണ്ണ് എപ്പോഴും അവന്റെ മേല് വേണം. അവന്റെ മേലല്ല, ഇനി ഈ കണ്ണടയണമെങ്കിൽ നിന്റെ മേലെ കൈ വെച്ചവർ നിലത്ത് കൂടെ കടന്ന് ഉരുളണം. നടക്കാണ്ട് നേരെ കുത്ത്. അപ്പൊ നീ നേരെ കുറച്ചേരം ഇവിടെ കടന്നു. അയ്യോ കാലിനാണ് പിടുത്തം. എന്തൊരു പോലെ നോക്ക്. എടാ അവരടിച്ച് ഈ പരിവാക്കുമ്പോ അണക്ക എങ്ങടേലും ഓടി രക്ഷപ്പെടാറില്ലേ? എവിടേക്ക് ഓടാനാ അമ്മാവ? അടികൾ ഇങ്ങനെ വരിഞ്ഞിട്ട് അടിക്കുമ്പോ പിന്നെ എവിടേക്ക് ഓടുന്നത്? പതുക്കെ പതുക്കെ ഇരിക്കി. വെള്ളം കൊടുക്കാണ്. എന്നാ വെള്ളം. എങ്ങനെയുണ്ട്? വേദന ഉണ്ട് ഇപ്പോ? അടി കിട്ടിയ പിന്നെ വേദന ഉണ്ടാവൂലേ? ചോദ്യോത്തരമൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒരു കുറവുമില്ല. എന്താ ക്ലീറ്റോനെ തിരിച്ചു വിളിക്കടാ. അവനൊരു കാര്യത്തിന് പോയതല്ല തങ്കം. എടാ ഞാൻ പറയണത് കേക്ക്. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താ പോരെ? എന്നിട്ട് അപ്പൊ അവര് അറസ്റ്റ് ചെയ്യൂലേ? അറസ്റ്റ് ചെയ്തിട്ട് എന്താ കാര്യം? ഇവന്റെ എതിർ സ്ഥാനാർത്ഥി പറഞ്ഞ നല്ല പാർട്ടിയിൽ പിടിപാടുള്ള ആളാ. ഒരു കേടും കൂടാണ്ട് അങ്ങോട്ട് ഇറങ്ങി വരും. അടിക്കടി പിന്നെ കേസ്. അല്ല പിന്നെ അമ്മാവന് എന്തേ പറയണത്? എത്രയും പ്രായമായില്ലേ അമ്മാവ? അടിക്കടി ഒരാൾ അടിച്ച ഉടനെ അങ്ങ് തിരിച്ചടിക്കാണ് വേണ്ടത്. പിന്നെ പോലീസ് സ്റ്റേഷനും കോടതിയൊക്കെ. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ആണുങ്ങൾ അങ്ങനെയാണ്, അടി കൊള്ളും ചെയ്യും അടി കൊടുക്കുകയും ചെയ്യും. നിങ്ങൾക്കൊന്നും നഷ്ടമില്ല. ക്ലീറ്റ് പോയേക്കണ എന്തെങ്കിലും പറ്റുമോ? ഇവള് പറയുന്നത് കേട്ട. എടി ക്ലീറ്റോ അല്ല അവിടെ പോയി അടിക്കണത്, അതിന് ആമ്പിള്ളേര് വേറെ പാലയെന്ന് ഇറക്കിയിട്ടുണ്ട്. അവരാണ്. എടാ മനുഷ്യന് ബോധമില്ലാത്തതാണ്. തങ്കം, നമ്മൾ ക്ഷത്രിയ കുടുംബാണ്. പകരത്തിന് പകരം വീട്ടണം. അതെ, നീ ആ ജമന്തിനെ വിളിച്ചു പറഞ്ഞ. ജമന്തിനൊന്നും വിളിക്കണ്ട അമ്മാവ, അവളെ അറിയുമ്പോ വന്നാ മതി. അതല്ലടാ, ഉടൻ തന്നെ നമുക്ക് പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം. ഇനി എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണത്? തലക്ക് 2-3 സ്റ്റിച്ച് ഉണ്ട്, പിന്നെ ഇതിനും ഉണ്ട്. കാലിന് വേറെ പ്രശ്നമൊന്നുമില്ല, ചതവുണ്ട്, അല്ലാണ്ട് എല്ലൊന്നും പൊട്ടിയിട്ടില്ല. പിന്നെ എന്തിനാ നീ ഹോസ്പിറ്റലിൽ പോണത്? എടാ നമുക്കൊന്നും പറ്റിയിട്ടല്ല ഹോസ്പിറ്റലിൽ പോണത്. ഇപ്പൊ ക്ലീറ്റസും കൂട്ടരും അവിടെ ചെന്ന് അടി ഉണ്ടാക്കിയാൽ അവര് ഉടനെ നിന്റെ പേരിൽ കേസ് കൊടുക്കും. അപ്പൊ നമ്മൾ കേസ് ജയിക്കണമെങ്കിൽ അതിന്റെ മുമ്പ് അവര് നമ്മളെ അടിച്ചെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആവണം. പിന്നെ എന്നിട്ടാണോ ക്ലീറ്റോനെ വിട്ടത്? ദോഷം കിട്ടൂടാ നിനക്കൊക്കെ. നീ ഒന്ന് പോയത് വെറുതെ കളമണെന്ന് പറഞ്ഞോണ്ടിരിക്കണം. ക്ലീറ്റസിനൊന്നും പറ്റില്ല. എന്ത് കേസ് വന്നാലും എനിക്ക് കനകന്റെ പേരിലാ വരിക. എന്തെങ്കിലും ഒന്ന് കാണിക്കും. ഹലോ, കാണാൻ പറ്റില്ല. ആ എന്താ അളിയാ? ഹലോ അളിയ, അളിയ കേക്കാവോ? ഹലോ കേക്കാവോ അളിയ? ഹലോ എന്താ അളിയാ? ഹലോ. ആ അല്ല, ഞാൻ തിരക്കിനിടയിൽ ഒരു കാര്യം
തേക്കോ? തേക്കല്ലേ, ഞാൻ വെപ്രാളത്തിനിടയിൽ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എന്താണ്? നമ്മള് തല്ലേണ്ട ആളാരാ? ഏയ്, എന്റെ എതിർ സ്ഥാനാർത്ഥി ജോയി. എന്താ ജോയി. ഓ ആ, അത് ഞാൻ ചെയ്തോളാം. പിന്നെ ആ മാല പണയം വെച്ച് 25 രൂപ കിട്ടിയുള്ളൂ. പൈസ തകയതിൽ ഇച്ചിരി പൈസ കൂടെ വേണം. ഹലോ 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 അളിയാ. ഇല്ലെങ്കിലും കാശിൻ്റെ കാര്യം പറയുമ്പോൾ അളിയനെ മുണ്ടാട്ടം മുട്ടും. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അളിയ വിളിച്ചതാ. ആ, അപ്പൊ ആളെന്നൊക്കെ ശരിയാക്കി ഉണ്ടാവും അല്ലേ? ഇനി പൈസ കൂടുതൽ വേണമെന്ന്. അല്ല, ഇനിയിപ്പോ അവരുടെ റേറ്റ് എന്താന്ന് പറയാൻ പറ്റില്ല. വണ്ടിയൊക്കെ വിളിച്ച് വരേണ്ടതൊക്കെ അല്ലേ? ഞാൻ കുറച്ചേരം കിടക്കട്ടെ. കടന്നോ കുറച്ചു നേരം കടന്നു. എനിക്കിനിയിപ്പോ അവൻ വന്നിട്ട് കാര്യം എന്തൊക്കെയാണെന്ന് അറിയാണ്ട് ഒരു സമാധാനമില്ല. ഹലോ സണ്ണിയേ, എടാ ക്ലീറ്റസ് അച്ചായനാ? ആ അത് തന്നെ. അതെ, നീ അത്യാവശ്യമായിട്ട് ഇതുവരെ ഒന്ന് വരണം. ഒന്നുമില്ല, എൻ്റെ അളിയനെ ആഫീസിലുള്ള കുറച്ച് പേര് ചേർന്നിട്ട് ചെറുതായിട്ടൊന്ന് കൈകാര്യം ചെയ്തേ. അപ്പോൾ അവരെ നമുക്ക് തിരിച്ചൊരു പണി ഉടനെ കൊടുക്കണം. കാശിൻ്റെ കാര്യമൊന്നും നീ വിഷമിക്കേണ്ട, അച്ഛനല്ലേ പറയുന്നത്. ആ, നീ വണ്ടി വിളിച്ച് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നോ? ആ ശരി ഓക്കെടാ. ആ ആയിക്കോട്ടെ, ഓക്കെ. എന്റെ ക്ലീറ്റോ, എവിടെ വയ്യാവേലി ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തലയിൽ വലിച്ചു വെക്കണേ? ഇത് വല്ലതും നടക്കുവോ? അതെ, വരുന്നത് ആരാന്നറിയാമോ? കിളി സണ്ണിയാ, പറന്ന് വെട്ടുന്ന കൂട്ടത്തിലുള്ളതാ, പാലായിലുള്ള. ആ, അതിന് വരട്ടെ. അങ്ങനെ എൻ്റെ അളിയനെ തൊട്ടിട്ട് ഒരുത്തനും അങ്ങനെ ഇവിടെ വിലസുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തല്ല് കൊടുക്കാൻ പോയിട്ട് തല്ല് മേടിച്ചിട്ട് വന്നാൽ ഇവിടെ പൈസ ഒന്നും ഇരിപ്പില്ല. അളിയനോട് ഇതുവരെ ഇല്ലാത്തൊരു സ്നേഹം. ആ, ചുമ്മാ അളിയൻ കാശ് ഇറക്കണുണ്ടല്ലോ. കാശായിട്ടല്ലല്ലോ, മാലയായിട്ടല്ലേ തന്നെ. അത് എന്ത് ചെയ്ത്? അത് പണയം വെച്ചു. എത്ര രൂപ കിട്ടി? 25,000 രൂപ കിട്ടി. നിങ്ങൾ ഇവിടെ സൊറയും പറഞ്ഞിരിക്കാ, പണി തുടങ്ങണ്ടേ? അതെ, ഇച്ചിരി സമയം എടുക്കും അമ്മാവ. പാലായിന്ന് പിള്ളേരും കൂടെ തിരിച്ചിട്ടുണ്ട്. അവര് വിമാനത്തിലല്ല വരണത്, അവര് കാറയിലാ വരുന്നത്. അല്ല, അവരെന്തിന് വന്നാലും ശരി, എന്റെ കനകന്റെ മേലെ കൈ വെച്ചവര് നാളെ 2 കാലിൽ നടക്കാൻ പാടില്ല. നമ്മളെ പിള്ളേരിങ്ങ് വന്നോട്ടെ. ആരാ വരുന്നതെന്ന് അറിയാമോ? കിളി സണ്ണി. പറന്നൊരു വരവ് വരും, പറന്നൊരു ജയിത്തങ്ങ് ചെയ്യും, പറന്നങ്ങ് പോകും. ഒരു മനുഷ്യനും അറിയത്തില്ല ആരേനെ അടിക്കണ്ടെന്നുള്ള വിവരൊക്കെ കനക പറഞ്ഞു തന്നിട്ട് നല്ല ഓർമ്മ ഉണ്ടല്ലോ. എൻ്റെ അമ്മാവ, അതൊക്കെ എനിക്കറിയാം. ജോസ് എന്നല്ലേ അവൻ്റെ പേര്? ജോസ് എന്നല്ലേ അവന്റെ പേര്? ജോസ് നല്ല ജോസ് തന്നെ. അമ്മാവാ, അമ്മാവിന് ഇതിന് കൂട്ടു നിൽക്കരുത് കേട്ടോ. നമ്മുടെ കനകനെ തല്ലിയതുകൊണ്ടല്ലേ തല്ലിയതിന് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താ പോരെ? ഞാൻ എടുത്ത് തോലമണ്ട അടിച്ച് പൊട്ടിച്ചോളെ. എന്നെങ്കിലും നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവള് പുറകെ നിരുത്സാഹപ്പെടുത്താനായിട്ട് വന്നോളൂ. ആണുങ്ങളെ ഒരു പണിക്കും സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ. ആണുങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ. എന്ത് പണിയുണ്ട്? അവന്റെ അളിയനെ പറ്റിയിട്ടല്ലേ. അവനത് ചെയ്തോണ്ട് എന്താ കുഴപ്പം? അമ്മാവന് എന്തറിഞ്ഞിട്ട് അമ്മാവാ? ഇതുവരെ ഒരു പണി ക്ലീറ്റ മര്യാദക്ക് എടുത്തിട്ടുണ്ടോ? അതിന് ഇത് അവനല്ലല്ലോ ചെയ്യുന്നത്. അവന്റെ കൂടെ വരുന്ന എന്താ കിളിയോ പ്രാവോ പറന്ന് വന്നങ്ങോട്ട് ചെയ്ത്ത് ചെയ്ത് പോവല്ലേ. ഇത് കുഴപ്പമുണ്ടാവില്ല. കുഴപ്പമാവോ? അവന്റെ കൂട്ടുകാരിലെ അവന് നല്ല പരിചയം കാണുമല്ലോ. നടന്നാ മതിയായിരുന്നു. ഈ മനുഷ്യൻ വെട്ടും കൊണ്ടുവരും. ഇവനോ? വന്നവർ 2 കാലിൽ പോയില്ലല്ലോ, ഇവൻ രക്ഷപ്പെടും. അവൻ ആരാ മോൻ? ക്ലീറ്റോ, എന്തൊരു ഉത്സാഹം നോക്കി ഒരാൾ അടിക്കാൻ വേണ്ടിട്ട്. ഹലോ, ആണാ? അത് ശരി. ശരി എന്നാ. കനക ക്ലീറ്റസും പിള്ളേരും കൂടി അവിടെ പൊളിക്കാണെന്ന്. KSEBയും പരിസരവും മുഴുവൻ തല്ലി പൊളിച്ച് കാണുന്നവരെയൊക്കെ ഓടിച്ചിട്ട് അടിക്കാണെന്ന്. ജോയിയുടെ മുട്ടുകാര് തല്ലി പൊട്ടി. ജോയിയുടെ കാര്യം പറയാൻ പറ്റൂലെന്നാ പറയണ ഫോണില്. ഒട്ടുകാലൊന്നാവില്ല. ആവേശം മൂത്താ ചിലപ്പോ എന്റെ ജോയിയുടെ കാലുണ്ടാവില്ല. മാത്രല്ല അവൻ ചെറിയ കടിയല്ല എന്റെ കവളത്ത് കടിച്ചത്. വേറെ ഇറച്ചി കഷ്ണം കൊണ്ടാ പോയത്. എന്നെ മുട്ടുകാല് തല്ലി പിടിക്കണം. പക്ഷെ ക്ലീറ്റസ് ഇത്രയും പെർഫോം ചെയ്യുന്ന ഞാൻ കരുതിയില്ലാട്ടാ. എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല കേട്ടാ. ഇവന് ആളും എടുക്കാനാട്ടാ. ക്ലീറ്റോ ഞാനും ആകെ ശങ്കലിരിക്കായിരുന്നു. പക്ഷെ അവൻ വിടുക്കണ. ആശങ്ക ഉണ്ടായിരുന്നു അവൻ ചെയ്യുമെന്ന്. എന്തായാലും ചെയ്തു മേടിക്കണം. മേടിച്ചു കൊടുക്കാൻ ആ മനുഷ്യനെ അങ്ങ് കൊന്നെടുക്ക്. ഓരോന്ന് പറഞ്ഞു എരിവരി കഴിച്ച് വിട്ടിട്ട്. എന്താണ് നിനക്ക്? എന്താ ഞാനേ നീ എന്തും ഭാവിച്ചണ്ട കനക? എന്തേ ഇപ്പൊ നിന്റെ എല്ലാ വിഷമം മാറിയോ? എന്റെ വിഷമം മാറിയെന്ന്. അപ്പൊ എന്റെ തല തല്ലി പൊളിച്ച് നീ കണ്ടില്ലേ? അമ്മ ഇത് കേക്കല്ലേ അമ്മേ? ഞാൻ കേൾക്കുന്നുണ്ട്. നീ എന്തോന്നാണ് ഈ പറയുന്നത്? എന്റെ മോന്റെ കവിള് കടിച്ചു കൊടുത്താൽ ഉമ്മ വയ്ക്കണമെന്നാണ് നീ പറയുന്നത്. എനിക്ക് ഇപ്പഴാ സമാധാനമായത്. എനിക്ക് സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. പറ്റിയ തള്ള.
എല്ലാം കൂടി ആ മനുഷ്യനെ തല്ലി കൊല്ലു. എന്റെ ദൈവമേ, എന്താ വന്നു പോയി, എന്ത് ചെയ്യൂടാ? അവൻ അല്ലടി തല്ലണത്, തല്ലാൻ വേറെ ആമ്പിള്ളാരുണ്ട്. അവൻ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുള്ളൂ, കാരണം ചാവാന്ന് കണ്ട. അയ്യേടാ, അവനങ്ങോട്ട് ചെയ്യണില്ല. ചെയ്യുമ്പോ ആരെങ്കിലും ചത്തുപോയി നീ അവരോട് സമാധാനം പറയൂടാ. അതൊക്കെ ഞങ്ങൾ നേരിട്ടോളാം. ആര് നീയോ? കൊടന്ന് പൊക്കോളം കുടുംബത്തിൽ നിന്ന് അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് എന്റെ തങ്ക എന്ത് കടിയാ കടിച്ചെന്നറിയാമോ? ഇനി ഇവിടുന്ന് കഷ്ണം എടുത്തുകൊണ്ട് പോയാ പഠിക്കില്ല, അവനെ മുറിച്ചെടുക്കാൻ വേണ്ടത്. നല്ല കാര്യം അവൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവനെ ഇതാക്കല്ലേ അവള്. അല്ല, നല്ല കാര്യത്തൊന്നും പറയാൻ പറ്റില്ല. 3 പവന്റെ മാലയും കൊണ്ടാണല്ലോ പോയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാം. എത്ര? 3 പവൻ. 2 പവൻ. ഓ, അപ്പൊ തൂക്കി നോക്കിയോ? ആ, പണയം വെക്കുമ്പോ തൂക്കിയൊക്കെ നോക്കും. അയ്യോടാ, അപ്പൊ അത് പണയം വെച്ച കാശോണ്ട് തന്നെ കേട്ടോ പാലേന്ന് പിള്ളേരെ ഇറക്കിയിരിക്കണ്. പാവോ, മറ്റേ മുഖം കടിക്കലാണ്, ചെത്തി എടുക്കായിരുന്നു വേണ്ടത്. നീ അവന്റെ നേർക്ക് മെക്കിട്ട് കയറില്ലേ? ആണുങ്ങളാവുമ്പോ അങ്ങനെയാണ്. ക്ഷത്രിയ കുടുംബാണത്. ഒരു ക്ഷത്രിയൻ ഇരിക്കണ ഇരിപ്പുണ്ടാവും. ക്ഷത്രിയൻ. ഇതിന്റെ പേരിൽ ക്ലീറ്റോൻ ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്നാ കണ്ടടി, പൊളിച്ചടുക്കി തിരിഞ്ഞും പിരിഞ്ഞൊന്നും നോക്കില്ല, തീർത്ത് കത്തിച്ചിട്ടുണ്ട്. ഈ കരിമ്പൻ തോട്ടത്തിൽ ആന കേറും കേട്ടിട്ടുണ്ടല്ലോ, അതൊന്നും ഞാനും കണ്ടു. എല്ലാരും അങ്ങോട്ട് ഞെരിച്ചില്ലേ? കിളി വേണ്ട, ഇങ്ങനെ ഒരു പറക്കൽ അകത്തോട്ട്, ഇങ്ങനെ ഒരു പറക്കൽ പുറത്തോട്ട്. സംഗതി കഴിഞ്ഞു. ആരെ കിളി? ഇത് തന്നെയാണ് കിളി. ഇത് മോശക്കാരനൊന്നുമല്ലോ. ആഫീസിന്റെ അടുത്ത് ചെന്നിറങ്ങിയ പാവ എന്റെ അടുത്ത് രഹസ്യമായിട്ടൊരു കാര്യം, അവരൊരു ഹോളിക്സ് ബിസ്ക്കറ്റ് വേണം മേടിച്ചങ്ങോട്ട് കൊടുത്ത് അതും തിന്നോട്ടെ എന്തോ ആയിരുന്നു. ഓ, ഇവനൊരു വാതിലൊക്കെ പൊളിച്ചെടുത്ത് ദൂരെ കളഞ്ഞു. അതെ, ഇനിയിപ്പോ ഈ പകലൊന്നും ഇറങ്ങി നടക്കണ്ട, രാത്രി തിരിച്ചു പോയാ മതി. വൈകിട്ട് നമുക്കൊന്ന് കൂടാ. അതൊക്കെ പിന്നെ അവർക്ക് അറിയാന്നുള്ള കാര്യമല്ലേ. ഓ, സമാധാനായി. പിന്നെ അളിയാ, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാ അളിയനെ ഈ കടിച്ചില്ലേ, അവനെ കിട്ടിയില്ല. എടാ, എന്റെ മുഖം കടിച്ച പറിച്ചവനാണ് എതിർ സ്ഥാനാർത്ഥി. ആ ജോയിയെ തല്ലല്ലേ നിന്നോട് പറഞ്ഞത്. വിഷമിക്കണ്ട അളിയാ, കടിച്ചവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെയൊക്കെ അടിച്ചിട്ടുണ്ട്. എടേ, കിട്ടിയവൻ അടിച്ചിട്ട് എന്താ കാര്യം? ഈ കടിച്ചവൻ അടിക്കണ്ടേ? കടിച്ചവനെ കടിച്ചവനാണ് മറ്റേ എതിർ സ്ഥാനാർത്ഥി ജോയി. അവൻ അടിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്. അല്ല, ജോസ് എന്നല്ലേ അളിയൻ പറഞ്ഞത്? ജോയി എന്നാടാ പറഞ്ഞത്. ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ജോയി ജോയി എന്ന്. അമ്മാവൻ പറഞ്ഞു ജോസ് എന്ന് പറഞ്ഞു. ഞാനല്ല, നീയല്ലേ എന്നോട് പറഞ്ഞു ജോസ്. അല്ല, ഇനിയിപ്പോ ജോയി എന്നാണ് കേട്ടോ പറഞ്ഞത്. അളിയാ, ഇനിയിപ്പോ ജോസ് ആയാലും ജോയി ആയാലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ഇത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. പിന്നെ മറ്റേ കൊടവേറനുണ്ടല്ലോ, അവനെ അങ്ങോട്ട് പിടിച്ചു തണ്ടേ ഒരൊറ്റ ഇടി. കൊടവേറാ? അതാരടാ കൊടവേറുള്ള ഓഫീസില്? വേറെയുള്ള ആരും ഇല്ലല്ലോ. ഉണ്ടളിയാ, ആ മുറിക്കകത്തെടുത്ത് ഇരിക്കുമല്ലോ, അവനെ അവിടെയൊക്കെ പിടിച്ചങ്ങ് കൊടുത്തില്ലേ. അത് ഏയല്ലേ, ഒരു ലേശം കഷണ്ടി ആയിട്ട്. ഷണ്ടിയൊന്നും നമ്മൾ നോക്കില്ല, അതിനിടയ്ക്ക് അതൊന്നും നോക്കാൻ പറ്റില്ല. എന്തൊക്കെ നീ പറയണേ? പാരനെ നീ അടിച്ച്. ഹലോ, ആ ഏരിയയിലുള്ള എല്ലാം അടിച്ചിട്ടുണ്ട്. ആണാ? എടാ കനക, ഇവൻ പോയി തല്ലിയത് ആരാന്നറിയാമോ? നമ്മുടെ ജോയി സാറിനെടാ. നമ്മുടെ പണി പോയി കനക. നിന്റെ അളിയനാണ് തല്ലിയെന്ന് അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോലി പോയി. സമാധാനായി അമ്മയ്ക്ക് മോനും. എന്തൊന്ന് സമാധാനാവാൻ? മാല ഊരി വാങ്ങിച്ചോണ്ടെങ്കിൽ തോന്നിയ സംഘാനിക്കാനാണെന്ന് ഞാൻ അറിഞ്ഞ. പറഞ്ഞതുപോലെ ചെയ്യണം. ആണത്വം വേണോടി, ആണുകളായ. നിന്റെ തലക്കകത്ത് എന്താണ്? എന്താ നിന്റെ തലക്കകത്ത്? കൂതറ ചാണകോ ആണോ? ഞാൻ നിങ്ങളുടെ ജോയിയെ പോയി അടിക്കാനല്ലേ പറഞ്ഞത്? ഇത് ഏയെ പോയി അടിച്ചിട്ട് ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാൻ? അതെ അളിയാ, ആ ജോയിയുടെ ഫോട്ടോ ഒന്നുകൂടെ തരുമോ? എന്തിനെ? ഞങ്ങൾ പോയി ഒന്നുകൂടെ അടിച്ചിട്ട് വരാം. ഇപ്പൊ മാനം പോയി, മാലയും പോയി, ജോലിയും പോയി. Alien versus Alien.